ഹായ് ഹലോ ഫാമിലീസ് കേതന്റെ ഇതിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാറ്റർഡേ രാത്രിയിൽ ഒരു 9:30 തീരുമാനിച്ചു ഒന്ന് ട്രിവാൻഡ്രം വരെ പോയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ സൺഡേ ഒരുങ്ങി റെഡിയായി എനിക്ക് 6 മണിക്ക് പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 6:45 കേട്ടോ. ഞങ്ങളുടെ യാത്രകളൊക്കെ ഇങ്ങനെയാണ്, പെട്ടെന്ന് തീരുമാനിക്കും പോവും, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാനും ചേട്ടനും കാശപ്പനും ഗേതപ്പനും ലളിത ചേച്ചി നമ്മുടെ പിറക്കി കെട്ടി പോവാണ്. ലക്ഷ്യമില്ലാത്ത യാത്രയല്ലേ, അപ്പൊ എന്ത് വേണേലും ചെയ്യല്ലോ. ലക്ഷ്യമില്ലെങ്കിലും ഒരു കാര്യം ഉണ്ട് കേട്ടോ, കസിന്റെ വീട്ടിൽ വരെ ഒന്ന് കയറണം. ഞാൻ അവന്റെ വീട്ടിൽ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ സൂര്യേട്ടനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. സൂര്യേട്ടൻ ഒതിച്ച് വരുന്നതേ ഉള്ളെങ്കിലും റോഡിൽ തിരക്കിന് മാത്രം ഒരു കുറവുമില്ല. അതിനിടയ്ക്ക് അനീഷേട്ടൻ എന്നോടൊരു ചോദ്യം, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഈ യാത്രക്കിടയിൽ ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് വിട്ടുകളഞ്ഞു. അതിനിടയിൽ ഗൂഗിൾ അമ്മയോട് ചോദിച്ച് അടുത്ത് എവിടെയെങ്കിലും കയറാൻ പറ്റിയ സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അമ്മായി റിപ്ലൈ തരുന്നതിനിടയിൽ വിശപ്പിന്റെ വിളി അതിയായി വന്നിട്ടുണ്ട്. പിന്നെ പെട്ടിയിലിരുന്നൊക്കെ ഓരോന്ന് പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. അങ്ങനെ അമ്മായി പറയുന്നതനുസരിച്ച് ഞങ്ങൾ ഭീമാ പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഒരു നടയ്ക്കൊന്നും വന്നതല്ല കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ഗൂഗിൾ അമ്മായി ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഈ പള്ളിയുടെ നാനാ വഴിക്കൂടെ ഊടുവഴിയിലൂടെയും ഞങ്ങളെ കൊണ്ടുപോയി ഗൂഗിൾ അമ്മായി. പക്ഷേ പള്ളിയിൽ മാത്രം എത്തിച്ചേർന്നില്ല. ലാസ്റ്റ് അവിടെ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞു ആദ്യം ആ ഗൂഗിൾ മാപ്പ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷെ അവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഇരിക്കാൻ കുറേ മരങ്ങളും കടലും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നതൊക്കെ ഉണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യാത്ത യാത്രയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം പോകാമല്ലോ. ഇവിടെ ഇരുന്നാൽ കുറെ നേരം അങ്ങ് ഇരുന്ന് പോകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പള്ളിയുടെ ചുറ്റുമൊക്കെ ഒന്ന് കണ്ടു കേട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ പള്ളിയുടെ ചുറ്റും നല്ല വെയിലാണ് കേട്ടോ. രാവിലെ ആണെങ്കിൽ സൂപ്പർ വെയിലുണ്ട്. അതിനിടയിലൂടെ അനീഷേട്ടൻ അവിടെ എന്തോ ഊതോ അത്രോ ഒക്കെ വിൽക്കുന്നവരുടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങുന്നുണ്ട്. അനീഷേട്ടൻ ഈ പെർഫ്യൂം ഐറ്റം എന്ന് പറഞ്ഞാൽ പ്രാന്താണ് കേട്ടോ. ഇങ്ങനെ വാങ്ങി ഇതൊക്കെ എന്തിനാണോ എന്തോ കൊള്ളാവോ ദൈവത്തിന് മാത്രം അറിയാം, വീട്ടിൽ നോക്കിയാൽ മാത്രമേ അറിയൂ. അങ്ങനെ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ ഇനി അടുത്ത കസിന്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. റോഡിലിറങ്ങി ഞാൻ എന്തിനാ വെയിലത്ത് നടക്കുന്നതെന്ന് ആരും വിചാരിക്കരുത്. വട്ടൊന്നും ഇല്ല കേട്ടോ. അവരെ വണ്ടിയിലിരുത്തിയിട്ട് ഞാനൊന്നും ബേക്കറി തിരക്കി ഇറങ്ങിയതാണ്. അങ്ങനെ ഒരു ബേക്കറി കണ്ട് അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി. കസിന്റെ വീട്ടിൽ കുഞ്ഞു വാവിയുണ്ട് കേട്ടോ. അവൻ മഹാചട്ടമ്പിയാണേ. പക്ഷെ അവന് ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്റെ ക്യാമറ കണ്ടപ്പോഴത്തേക്കും കസിൻ ഓടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അഞ്ചു. പിന്നെ മറ്റേതാണ് നമ്മുടെ കുറുമ്പൻ ആദിക്കുട്ടൻ. അങ്ങനെ അവിടെ എത്തി അവന് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. പിന്നെ അതിനുശേഷം അവനും കൂടെ, കസിന്റെ പേര് മണികണ്ഠൻ കേട്ടോ, അവനും കൂടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാണ്. അടുത്ത് റോഡ് സൈഡ് ആയത് കാരണം അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല. അതിനിടയ്ക്ക് നമ്മുടെ ആദ്യക്കുട്ടിന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യാന്. ഇത് അഞ്ജുവിന്റെ അമ്മയാണ് കേട്ടോ. ആദ്യം പരിചയപ്പെടുത്താൻ പറ്റിയില്ല. പ്ലാനിങ് ഇല്ലാത്ത യാത്ര കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ടായി. രാവിലെയാണ് അവരോട് പറയുന്നത് ഞങ്ങൾ വരുന്നു എന്ന്. രാവിലെയാണ് അവരോട് പറയുന്നത് ഞങ്ങൾ ട്രിവാൻഡ്രം വരുന്നുണ്ട്, പറ്റുമെങ്കിൽ അങ്ങോട്ടൊന്ന് കയറാമെന്ന്. അപ്പൊ അവരും എവിടേക്കോ നിൽക്കാൻ പോകാനൊക്കെ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. എന്ത് ചെയ്യാൻ, അവരുടെ പ്ലാനിങ് ഞങ്ങൾ നശിപ്പിച്ചു. ഇതാണ് എന്റെ കസിൻ മണികണ്ഠൻ. ഇനി കണ്ടില്ല കേട്ടില്ലെന്ന് ആരും പറയരുത്, എന്റെ ആങ്ങളെയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്നു ലൈം ഒക്കെ കുടിച്ച ശേഷം നമ്മൾ വീണ്ടും കുറച്ചു നേരം ഇരുന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവം രാവിലെ വിളിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യണ്ടേ. അവള് ഫ്രൈഡ് റൈസ് ഒക്കെ റെഡി ആക്കാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ പരിസരത്തേക്ക് അടുപ്പിക്കുന്നില്ല. എന്താണ് കാരണം എന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ബഹളത്തിനായി എടുക്കാൻ പറ്റില്ല. അവർക്ക് ഓൺലൈൻ ബിസിനസ് ഉണ്ട് കേട്ടോ, സാരിയുടെ. അങ്ങനെ ലളിത ചേച്ചി ഒരു സെറ്റും മുണ്ടൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു ഒരു സാരി എടുക്കാം. ഞാൻ ബ്ലാക്കും റെഡും, അതാണല്ലോ നമ്മുടെ പതിവ്. നേരത്തെ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു ഇനി ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ കൊല്ലുമെന്ന്. ഇനി എന്നോട് ക്ഷമിക്കുക, ഇനി ആവർത്തിക്കില്ല കേട്ടോ. നമ്മൾ സ്ത്രീകൾ എപ്പോഴായാലും ഒരെണ്ണെടുത്ത് കൈ പിടിച്ചാലും വേറെ ഉള്ളതൊക്കെ ഇങ്ങനെ വാരിയെടുക്കുന്ന ഒരു ശീലമാണല്ലോ. അങ്ങനെ ഇനി പോവാനുള്ള തയ്യാറെടുപ്പാണ്. പെട്ടെന്ന് പോകണം. ചേട്ടൻ പറയാം ബാ പോകണമെന്ന്. എന്താണ്, കാര്യമൊന്നുമില്ല, വീട്ടിൽ പോയാൽ മതി. ഇങ്ങനെ അവിടുന്ന് 2 സാരീസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയാണേ. അതിനിടയ്ക്ക് നമ്മുടെ ലളിതമേ ഒന്ന് സൂം ചെയ്തതാ. എങ്ങനെയുണ്ട് എന്റെ സാരി, കൊള്ളാമോ? അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയാണ്. നമുക്ക് തിരിച്ചുപോക്കെന്ന് പറയുന്ന ഒരു സങ്കടമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ അങ്ങനെ അവള് വെള്ളമൊക്കെ തന്നിട്ടുണ്ട് വഴി വെച്ച് കുടിക്കാനായിട്ട്. അങ്ങനെ ഇവിടുന്ന് കിട്ടിയ സകലമാന സാധനം തിരക്കിയെടുത്ത് വണ്ടിയുടെ ഡിക്കിലായിട്ട് കിട്ടി. ഞങ്ങൾ പോവാൻ ടാറ്റ ഓക്കെ ബൈ ബൈ എന്നൊരു 56 വട്ടം പറയുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ പോവില്ല. അങ്ങനെ വീണ്ടും എന്തൊക്കെയോ കുരുത്തക്കേട് ഒപ്പിക്കുകയാണ് കാശി ആദിയും കൂടെ. ആരും ഒന്നും വിചാരിക്കരുത്, കിട്ടിയത് കൊണ്ടുവന്നതെല്ലാം ഞങ്ങൾ ഇങ്ങനെ വാരിപ്പറിച്ച് വെക്കും. ഇനി വീട്ടിൽ ചെന്നിട്ട് അടുക്കി പറക്കി വെച്ചാൽ പോരെ. ഇനി യാത്ര പറഞ്ഞു നിന്നാൽ അവർ ഓടിക്കുന്ന ലക്ഷണം എങ്ങനെയാണ്. ഞങ്ങൾ പെട്ടെന്ന് വീണ്ടും അവസാനമായിട്ട് ടാറ്റയും കൂടെ പറഞ്ഞിട്ട് പോവാണ്. ടാറ്റ ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി അടുത്തടുത്തേക്ക് പോവാണ്. അങ്ങനെ പോകും വഴി നമ്മൾ ട്രിവാൻഡ്രം ലുലു മാളിൽ ഒന്ന് കയറി. അല്ല പിന്നെ എന്തായാലും വന്നതല്ലേ. അങ്ങനെ അവിടെയൊക്കെ കുറെ നേരം തെണ്ടി തിരിഞ്ഞ് നടന്നു. ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തതിന്, ലൈക്ക് ചെയ്യാത്തതിന്, ഷെയർ ചെയ്യാത്തതിന്, കമന്റ് ചെയ്യാത്തതിന് എല്ലാം ഒന്ന് ചെയ്യുന്നേറ്റാ. ബൈ ബൈ, സീ യു.